നമസ്കാരം. സംഭവബഹുലമായ ഒരു വർഷത്തിനു ശേഷം മറ്റൊരു വർഷത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകം. പശ്ചിമേഷ്യയിലും യുക്രൈനിലും ഉൾപ്പെടെ അശാന്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും 2024 ലോകത്ത് സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിലാണ് നാം എല്ലാവരും. പുതുവത്സര വാർത്തകളുണ്ട്, ഒപ്പം ഒരു പിടി മറ്റു വാർത്തകളും. നമുക്കെല്ലാവർക്കും സമാധാനത്തോടെ ഉണർന്ന് ഉറങ്ങാൻ കഴിയുന്ന വർഷമാകട്ടെ എന്ന ചിന്തയോടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. കാർണിവൽ ആഘോഷത്തിന് മുന്നോടിയായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഫോർട്ട് കൊച്ചിയിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. 1000-ലധികം പോലീസുകാരെ പല ഭാഗങ്ങളിൽ വിന്യസിച്ചു. വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കോർപ്പറേഷന് വീഴ്ചയുണ്ടായെന്ന വിമർശനവും ശക്തമാണ്. പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കുന്ന പരേഡ് ഗ്രൗണ്ടാണ് ആളുകൾ ഒത്തുകൂടുന്ന പ്രധാന ഇടം. ഇവിടെ പ്രവേശനം നിയന്ത്രിതമായിരിക്കും. പല ബ്ലോക്കായി തിരിച്ചാണ് ആളുകളെ കയറ്റുക. അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് പോകാനും ഒന്നിൽ കൂടുതൽ എൻട്രി ഗേറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് പാപ്പാഞ്ഞിക്ക് തീ കൊളുത്തിയാലും ആഘോഷം പെട്ടെന്ന് അവസാനിപ്പിക്കില്ല. ചെറു കലാപരിപാടികൾ സംഘടിപ്പിച്ച് ആളുകൾക്ക് പോകാൻ പരമാവധി സമയം അനുവദിക്കും. ആംബുലൻസിനും ഫയർഫോഴ്സ് വാഹനത്തിനും സുഗമമായി സഞ്ചരിക്കാൻ പരേഡ് ഗ്രൗണ്ടിന് മുന്നിലെ താൽക്കാലിക കടകളെല്ലാം പോലീസ് ഒഴിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഈ ഫോർട്ട് കൊച്ചിയിൽ വരുന്ന ജനങ്ങൾക്ക് അവരുടെ എൻജോയ്മെന്റിന് പോലീസ് ഒരിക്കലും തടസ്സം വയ്ക്കില്ല. പക്ഷേ ആ എൻജോയ്മെന്റിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിനായിരിക്കും. അപ്പോൾ കൂടുതൽ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്ത്രീകളടക്കമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ, ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ എങ്ങനെ കംഫർട്ടായിട്ട് നിൽക്കാം, അത് നമ്മൾ നോക്കാം. അവിടെ സുരക്ഷയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. 4 മണിവരെ മാത്രമേ വാഹനങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രവേശനമുള്ളൂ. അതുകഴിഞ്ഞാൽ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ നിർത്തണം. കൊച്ചിൻ കോളേജ് ഗ്രൗണ്ടിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. KSRTC സ്വകാര്യ ബസ്സുകൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഇടതടവില്ലാതെ സർവീസ് നടത്തും. വിദേശ വിനോദസഞ്ചാരികളടക്കം 3 ലക്ഷം പേരെങ്കിലും കാർണിവലിനെത്തുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇത്രയും ആളുകൾ ഒത്തുകൂടുന്നിടത്ത് പുതിയ മൂത്രപ്പുരകളൊന്നും കോർപ്പറേഷനോ ടൂറിസം വകുപ്പോ ഒരുക്കിയിട്ടില്ല. RDOയും പോലീസും മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വെളി മൈതാനത്തെ പാപ്പാഞ്ഞി പ്രതിമയെ കത്തിക്കുന്നതിൽ നിന്ന് സംഘാടകർ പിന്മാറി. എന്നാൽ കാർണിവൽ ആഘോഷം കഴിയുന്ന അടുത്ത ആഴ്ച വരെ ഈ പാപ്പാഞ്ഞിയെ മാറ്റില്ല. അപകടരഹിത ലഹരിമുക്ത പുതുവത്സരാഘോഷമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് വിനോദസഞ്ചാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും അജീഷ് ജയകുമാർ, 24. പുതുവർഷം ആഘോഷമാക്കാൻ ഒരുങ്ങി തിരുവനന്തപുരം. കോവളത്തും ശംഖുമുഖത്തും കനകക്കുന്നിലും മാനവീയം വീഥിയിലും വലിയ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിൽ 1500 പോലീസുകാരെ വിന്യസിക്കും. പുതുവർഷത്തേക്കുള്ള കൗണ്ട് ഡൗൺ എണ്ണി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. പുത്തൻ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളും പുതുവർഷത്തിൽ സ്വപ്നം കാണുന്നു. ആഘോഷം കളറാക്കാൻ തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. വിദേശികളെ സ്വീകരിക്കാൻ കോവളവും ശംഖുമുഖവും പാപനാശവും. ദൃശ്യഭംഗി ഒരുക്കി മാനവീയവും കനകക്കുന്നും കാത്തിരിക്കുകയാണ്. നഗരത്തിലെ സുരക്ഷയ്ക്കായി 1500ഓളം പോലീസുകാരെ വിന്യസിക്കും. ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലത്തെ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങളുണ്ടാകും. ലഹരി ഇടപാടുകൾ തടയാനും പോലീസിന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി മഫ്തിയിൽ എല്ലായിടങ്ങളിലും പുരുഷ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്രോളിംഗും ഏർപ്പെടുത്തും. 24 തിരുവനന്തപുരം. പുതുവത്സരാഘോഷം സുഗമമായി നടക്കാൻ കർശന നിയന്ത്രണങ്ങളും പരിശോധനയുമാണ് വടക്കൻ ജില്ലകളിൽ. കോഴിക്കോട് ബീച്ചിലേക്ക് വൈകുന്നേരം 3 മണിക്ക് ശേഷം വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജില്ലയിലെ പുതുവത്സരാഘോഷം. വൈകുന്നേരം 3 മണിക്ക് ശേഷം ബീച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. ചരക്ക് വാഹനങ്ങൾക്ക് നഗരത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. 6 ACPമാരുടെ നേതൃത്വത്തിൽ 600 പോലീസുകാരെയാണ് ക്രമസമാധാന ചുമതലയ്ക്കായി നിയോഗിച്ചത്. മലപ്പുറം ജില്ലയിൽ 1500ഓളം പോലീസുകാരാണ് ക്രമസമാധാന പാലനത്തിനായി ഉണ്ടാവുക. രാത്രി 10 മണിക്ക് ശേഷം ബാറുകൾ, ബിയർ, വൈൻ പാർലറുകൾ, കള്ളുഷാപ്പുകൾ എന്നിവ പ്രവർത്തിക്കാൻ പാടില്ല. കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലം, മുഴപ്പിലങ്ങാട് എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലും പോലീസ് കർശന പരിശോധനയും നിയന്ത്രണവും നടപ്പിലാക്കും. ബേക്കൽ ബീച്ച് ഫെസ്റ്റ് അടക്കം ഒരുപാട് പരിപാടികൾ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം യാത്രക്കാർ കാഴ്ചകൾ കാണാൻ ഇറങ്ങരുത്. 7 മണി മുതൽ ചുരത്തിലെ കടകൾ അടയ്ക്കണമെന്നും പോലീസ് നിർദ്ദേശമുണ്ട്. 24 കോഴിക്കോട്.
2023 അതിന്റെ അവസാന മണിക്കൂറുകളിലാണ്. പുതിയ തീരുമാനങ്ങളും പ്രതീക്ഷകളുമായി 2024 വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകം. പരമ്പരാഗത ആഘോഷവേദികളും യുവതയുടെ പുതിയ സങ്കേതങ്ങളും അർദ്ധരാത്രിയോടെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തും. പസഫിക് സമുദ്രത്തിലെ കിരിബാത്തിയിലാണ് പുതുവത്സരം ആദ്യമെത്തുക. ശംഖുമുഖവും ഫോർട്ട് കൊച്ചിയും കോഴിക്കോട് ബീച്ചുമൊക്കെയാണ് കേരളത്തിലെ പ്രധാന ആഘോഷവേദികൾ. പുതുവത്സര പിറവി ലഹരിമുക്തവും അപകടരഹിതവുമാക്കാൻ പോലീസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് ശേഷം പലയിടങ്ങളിലും ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൊടും തണുപ്പിന്റെയും അന്തരീക്ഷ മലിനീകരണത്തിന്റെയും വീർപ്പുമുട്ടലോടെയാണ് ഡൽഹി പുതുവർഷത്തിനായി കാത്തിരിക്കുന്നത്. ചെന്നൈയിൽ പുതുവത്സരാഘോഷത്തിന്റെ പ്രധാന വേദികളായ മറീന, ബസന്ത് നഗർ ബീച്ചുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് കർശനമാക്കി. പുതുവത്സരാഘോഷത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഉത്തരവ് മലപ്പുറം അരീക്കോട് പോലീസ് പിൻവലിച്ചിട്ടുണ്ട്. ഹോട്ടലുകളും കൂൾബാറുകളും രാത്രി 8 മണിക്ക് അടയ്ക്കാൻ നിർദ്ദേശിച്ചും റിസോർട്ടുകളിൽ DJ പാർട്ടികൾക്കും ക്യാമ്പ് ഫയറുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയുമായിരുന്നു ഉത്തരവ്. ഇനി പുതുവത്സര വിശേഷങ്ങളുമായി വിവിധ റിപ്പോർട്ടർമാരാണ് ചേരുന്നത്. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുകയാണ്. ആദ്യം ഹരി, ഈ മാനവീയം വീഥി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പുതുവത്സരാഘോഷത്തിന്റെ ഒരു കേന്ദ്രം തന്നെയാണല്ലോ. എങ്ങനെയാണ് തിരുവനന്തപുരം പുതുവത്സരത്തിനായി ഒരുങ്ങുന്നത്? അവിടെ നിന്നുള്ള വിശദീകരണങ്ങളും വിശദാംശങ്ങളും ഒക്കെ എങ്ങനെയാണ് ജനങ്ങൾ അവിടെ പുതുവത്സരത്തെ കാണുന്നത്? മറ്റൊന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നും നിയന്ത്രണങ്ങളുമുണ്ടല്ലോ. ക്രിസ്റ്റീന, അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീതിയിലേക്കാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ മാനവീയത്ത് ഇത്തരത്തിൽ പോലീസുകാരെ വിന്യസിക്കുകയാണ്. ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അതുമായി ബന്ധപ്പെട്ട പുതുവർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഏകദേശം 1500ഓളം പോലീസുകാരെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ലഹരി ഉപയോഗം തടയാൻ തന്നെ പലതരത്തിൽ മഫ്തിയിൽ ആളുകൾ പോലീസുകാർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാരിക്കേഡുകൾ രാത്രി 7:30 കൂടി തന്നെ ഇവിടെ സ്ഥാപിക്കും. ഈ ബാരിക്കേഡുകളുടെ അകത്തുകൂടിയായിരിക്കും പ്രവേശനം. കൃത്യമായി അത് വീഡിയോഗ്രാഫി ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് വിപണി സജീവമായി കഴിഞ്ഞു. പതുക്കെ ആ തരത്തിലേക്ക് പോകുകയാണ്. പുതുവർഷത്തെ ആഘോഷിക്കാൻ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാനവീയത്തിലേക്ക് ആളുകൾ എത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അത്ര വലിയ തരത്തിലുള്ള ആളുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഒരു സന്ധ്യയോട് അടുക്കുമ്പോഴേക്കും ആളുകൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും നഗരത്തിന്റെ പ്രധാന ഇടങ്ങൾ എന്ന് പറയുന്നത് കോവളം, ശംഖുമുഖം, അതേപോലെ തന്നെ അത്തരം വലിയ ഇടങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നത്. മാനവീയത്തും തരത്തിൽ ആഘോഷങ്ങളുണ്ട്. കർശന നിയന്ത്രണങ്ങൾക്കിടയിലാണ് ഇത്തരം ആഘോഷങ്ങൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 12:00 കൂടി തന്നെ ആഘോഷങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കണമെന്ന് കർശനമായ നിയന്ത്രണമുണ്ട്. അത് കർശനമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉദ്ദേശം. അതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നീക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ നിലവിൽ മാനവീയത്ത് അത്ര വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. തിരക്കിലേക്ക് വരുന്നതേ ഉള്ളൂ. നഗരം ഉണരുന്നതേ ഉള്ളൂ. പുതുവർഷത്തേക്ക് വരവേൽക്കാൻ വേണ്ടി നഗരം ഉണരുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് മാനവീയം വീഥിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരികൃഷ്ണൻ. ഇനി കോഴിക്കോട് ബീച്ചിൽ നിന്ന് മിഥില ബാലനാണ്. മിഥില, കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് വടക്കൻ മലബാറിലെ ആഘോഷത്തിന്റെ ഒരു കേന്ദ്രം തന്നെയാണ്. അവിടെ എങ്ങനെയാണ് മലബാറിലുള്ളവർ പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്? ഒപ്പം ഗതാഗത നിയന്ത്രണം അടക്കമുണ്ടല്ലോ. ക്രിസ്റ്റീന, തീർച്ചയായും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ബീച്ചാണ് പുതുവത്സരാഘോഷങ്ങളുടെ ഇടം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, കോഴിക്കോട് ബീച്ച് ജനങ്ങളെ കൊണ്ട് നിറയുകയാണ്. ഇങ്ങോട്ട് ആളുകൾ ഒഴുകിയെത്തുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും, കോഴിക്കോട്ട് നിന്നുമുള്ള ആളുകൾ മാത്രമല്ല കോഴിക്കോട് ബീച്ചിൽ പുതുവത്സരം ആഘോഷിക്കാൻ എത്താറ്, മറ്റ് അയൽ ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യം തന്നെ കാണാം. ഈ സമയത്ത് പോലും ഇത്തരത്തിൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടെങ്കിൽ വരും മണിക്കൂറുകളിൽ എന്തായിരിക്കും ഇവിടെ ആളുകളുടെ എണ്ണം എന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറത്താണ്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ സമാനമായ സാഹചര്യമാണുള്ളത്. ഒടുവിൽ പോലീസ് തിരക്ക് നിയന്ത്രിക്കാൻ നന്നേ പാടുപെടുന്ന ഒരു കാഴ്ചയാണ് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ കണ്ടിട്ടുള്ളത്. 6 ACPമാരുടെ നേതൃത്വത്തിൽ 600ഓളം പോലീസുകാരെയാണ് ക്രമസമാധാന ചുമതലയ്ക്കായി ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഉടൻ തന്നെ, അതായത് വരും മണിക്കൂറുകളിൽ ബാരിക്കേഡുകൾ ഉൾപ്പെടെ വെച്ച് ബീച്ചിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തും. നമുക്കറിയാം ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണം ചോദിച്ചു നോക്കാം. ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണോ? എവിടുന്നാണ് വരുന്നത്? കോഴിക്കോട് തന്നെയാണോ? പാലക്കാട്. ന്യൂ ഇയർ ആഘോഷിക്കാനാണോ കോഴിക്കോട്ടേക്ക്? ന്യൂ ഇയർ ആഘോഷിക്കാൻ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്കോ? ഇവിടെ ബീച്ചുള്ളൂ, പാലക്കാടില്ലല്ലോ. ഇല്ല, കോഴിക്കോട് ഇവിടുത്തെ ഒരു ബീച്ചിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാം. നല്ല ബ്യൂട്ടിഫുൾ ആണ്, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ടുണ്ടോ അവിടെ? വന്നിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ ഒരു പ്ലാൻ? എന്താണ്
ന്യൂ ഇയർ ഞങ്ങൾ കാണണം. ഇവിടെ നല്ല ലൈറ്റിങ് എല്ലാം ഉണ്ടല്ലോ, അത് കാണാൻ വേണ്ടി വന്നതാണ്. അതന്നെ എനിക്ക് പറയാനുള്ളത്. വളരെ നല്ലത്. അടിച്ചു പൊളിക്കണം. തീർച്ചയായും ഇപ്പോൾ കേട്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടുകാർ മാത്രമല്ല, കോഴിക്കോടിൻ്റെ അയൽ ജില്ലകളിൽ നിന്ന് പോലും പാലക്കാട്, മലപ്പുറം പോലും ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്നത് മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ ഇത്തവണ വിളക്കുകളുടെ എല്ലാം ഒരു അലങ്കാരങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാനാഞ്ചിറയിലും ഒപ്പം തന്നെ ബീച്ചിലും ഈ ഒരു രാത്രിയാകുമ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രകാശം കൊണ്ട് നിറയും. LED ബൾബുകളെല്ലാം തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പല പല രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രൂപങ്ങളെല്ലാം തന്നെ പ്രകാശമായി മാറും, വെളിച്ചമായി മാറും. അങ്ങനെ കോഴിക്കോട് ബീച്ചും മാനാഞ്ചിറയും എല്ലാം തന്നെ ദീപപ്രഭയാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിരിക്കും രാത്രിയാകുമ്പോഴേക്കും, ഒന്ന് സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് പരക്കുമ്പോഴേക്കും കാണാൻ കഴിയുക. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ബീച്ച്, മറ്റൊന്ന് മാനാഞ്ചിറ. ബീച്ചിൽ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോഴിക്കോട് ബീച്ചുണ്ട്, ബീച്ചിന് തൊട്ടടുത്ത് സൗത്ത് ബീച്ചുണ്ട്, ഒപ്പം തന്നെ ബട്ട് റോഡ് ബീച്ചുണ്ട്. ഈ മൂന്നിടങ്ങളിലും ആളുകൾ പുതുവത്സരം ആഘോഷിക്കാനായി എത്തുന്നുണ്ട്. നമുക്ക് കുറച്ച് പേരും കൂടി ഇവിടെ ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കാം. പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി വന്നതാണോ? ഇല്ല, അവരെ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് ഐ ലവ് യു കോഴിക്കോട്, ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് നമ്മൾ പരിചിതമായ ഒരു സാധനമാണ് ഈ ഐ ലവ് യു കോഴിക്കോട് എന്ന് എഴുതിയത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കുട്ടികളെല്ലാം തന്നെ ഫോട്ടോ എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും മുൻ വർഷങ്ങളിലേതുപോലെ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബാരിക്കേഡുകൾ വെക്കും. അത് കോഴിക്കോട് ബീച്ചിലേക്കായാലും ബട്ട് റോഡ് ബീച്ചിലേക്കായാലും സൗത്ത് ബീച്ചിലേക്കായാലും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഈ തിരക്ക് നിയന്ത്രിക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം എന്നത് ഏതെങ്കിലും രീതിയിൽ ലഹരി ഉപയോഗിച്ച് വാഹനങ്ങൾ ഓടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പോലീസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വാഹനങ്ങൾ ബീച്ചിലോ മറ്റോ പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്പോട്ടിൽ തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ഇവയെല്ലാം കസ്റ്റഡിയിലെടുക്കും, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകും എന്ന ഒരു മുന്നറിയിപ്പും പോലീസ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു പുതുവർഷാഘോഷവുമായി ബന്ധപ്പെട്ട് സുഗമമായ നടത്തിപ്പിന്. മറ്റൊന്ന്, കോഴിക്കോട് റൂറലിലേക്ക് വരികയാണെങ്കിലുള്ളത് താമരശ്ശേരി ചുരമാണൊന്ന്. താമരശ്ശേരി ചുരത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ താമരശ്ശേരി ചുരത്തിലെ തിരക്കെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. അവധി ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ താമരശ്ശേരി ചുരത്തിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ആ ഒരു സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം സാധാരണ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അവിടെ ഇറങ്ങി കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ന്യൂ ഇയറിന് പോകുന്ന സമയത്ത് ആരും തന്നെ വാഹനം നിർത്തുകയോ പുറത്തിറങ്ങി കാഴ്ചകൾ കാണാനോ പാടില്ല എന്ന നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുമുള്ളത്. മാത്രമല്ല, അവിടെ ഈ ഒരു ചുരത്തിൽ ഒരുപാട് തട്ടുകടകളും മറ്റ് കടകളുമെല്ലാം ഉണ്ട്. ഈ കടകളുടെ എല്ലാം പ്രവർത്തനം 7 മണിയോടെ അവസാനിപ്പിക്കണം, നിർത്തണം എന്ന ഒരു നിർദ്ദേശവും താമരശ്ശേരി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ 10 CIമാർ ആണ് ഈ ഒരു ബീച്ചിന്റെ ചുമതല അവർക്കാണുള്ളത്. ഒപ്പം തന്നെ 6 ACPമാരും ഈ ഒരു തിരക്ക് നിയന്ത്രിക്കാനുണ്ടാകും. അല്പസമയം മുമ്പ് നമ്മൾ DCPയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. DCP പറഞ്ഞ കാര്യങ്ങൾ എന്നത് സുഗമമായി നടത്തിപ്പിന്, അതായത് പുതുവത്സരാഘോഷം സുഗമമായി ആഘോഷിച്ചു പോകാൻ ജനങ്ങളുടെ ഒരു സഹായം കൂടി പോലീസ് തേടുന്നുണ്ട്. പോലീസ് പറയുന്ന കാര്യങ്ങളോട് കൃത്യമായി അനുസരിച്ച് ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കണം എന്ന ഒരു ആവശ്യം പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇല്ലാത്ത പക്ഷം പോലീസിനെ സംബന്ധിച്ചിടത്തോളം കർശനമായ നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, മിഥിലയ്ക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. എന്തായാലും ഐ ലവ് കോഴിക്കോട് എന്ന കോഴിക്കോട് ബീച്ചിലെ ബോർഡിന് മുന്നിലേക്ക് എത്തുന്നത് കോഴിക്കോട്ടുകാർ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നുമുള്ള ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. താങ്ക് യു മിഥില. ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിലുള്ളത് അച്യുതനാണ്. അച്യുതൻ, ഡൽഹിയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ ഈ മലിനീകരണം. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദിവസവും ഡൽഹി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഡൽഹിക്കൊരു മോചനം ആവശ്യമാണ്. ഏത് രീതിയിലാണ് ഈ പുതുവത്സരത്തെ ഡൽഹി വരവേൽക്കുന്നത്? കൃഷ്ണ, കർശന നിയന്ത്രണങ്ങളോട് കൂടിയുള്ള ഒരു ആഘോഷത്തിലേക്കാണ് എന്തായാലും കടക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. കാരണം പല പ്രദേശങ്ങളിലും മുൻകാലങ്ങളിൽ ഈ ചില അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത പല പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ വാഹന പരിശോധന കർശനമാക്കിയിരുന്നു ഈ പുതുവത്സരത്തോടനുബന്ധിച്ച്. ഇന്ന് രാത്രി 9 മണി മുതൽ മെട്രോ സർവീസുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. പ്രധാനമായും ഈ
പുതുവത്സര ആഘോഷങ്ങളുടെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് കൊണാട്ട് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ രാത്രി 8 മണിക്ക് ശേഷം ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കും. മറ്റിടങ്ങളിൽ കാണുമ്പോൾ ഒരു വലിയ ആഘോഷമൊന്നും പൊതുവെ ഡൽഹിയിൽ കാണാൻ സാധിക്കില്ല. എന്നാലും ആളുകൾ ഈ ഒരു പുതുവത്സര രാവിൽ പലയിടങ്ങളിലായി ഒത്തുകൂടും. അവർ ആ നിമിഷം 12 മണി എന്ന് പറയുന്ന 11:59 കടക്കുമ്പോൾ ആ നിമിഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമെല്ലാം ആ ആഘോഷത്തിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൽ കർശന നിയന്ത്രണങ്ങൾ കഴിഞ്ഞ തവണയും ഏർപ്പെടുത്തിയിരുന്നു. ചില സാഹചര്യങ്ങളിൽ പോലീസ് ഒരു സമയക്രമം ഇതിനായിട്ട് പ്രത്യേകിച്ച് നിർദ്ദേശിച്ച് നൽകാറുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കുവാൻ സമ്മതിക്കില്ല. യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകൂട്ടിയുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. ഡൽഹി പോലീസിന് പുറമെ അർദ്ധസൈനിക വിഭാഗത്തെയും ഡൽഹിയിലെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഭരണസിരാ കേന്ദ്രമായതുകൊണ്ട് തന്നെ രാജ്യ തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ഉപയോഗത്തിനൊക്കെ നിരോധനം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷങ്ങളാവാം, പക്ഷേ ആ ആഘോഷങ്ങൾ അതിരു കടക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് പൊതുവെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ച് ഈ ഹോട്ടലുകളും പബ്ബുകളും കേന്ദ്രീകരിച്ചായിരിക്കും പുതുവത്സര ആഘോഷങ്ങൾ നടക്കുക. അതിന് പുറമെ ഞാൻ ഈ പറഞ്ഞതുപോലെ കൊണാട്ട് പ്ലേസിലായിരിക്കും എല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് ഈ 2024 കിടക്കുന്ന പുതുവത്സര രാവിനെ ഈ ആഘോഷരാവാക്കി മാറ്റുക. കൃഷ്ണ. ശരി, അച്യുതനും ഹാപ്പി ന്യൂ ഇയർ. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. ഇനി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് അശ്വിൻ പാലാഴിയാണ്. അശ്വിൻ, കൊച്ചിക്ക് പുതുവത്സരാഘോഷം എന്ന് പറഞ്ഞാൽ അത് ഫോർട്ട് കൊച്ചി തന്നെയാണ്. അവിടുത്തെ കാർണിവലും അങ്ങനെയുള്ള കാര്യങ്ങളും ആഘോഷ തിമിർപ്പിലായിരിക്കും ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ, അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ്, പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും ഒക്കെ കൂടുന്നുവെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നുവല്ലോ. തീർച്ചയായും ഫോർട്ട് കൊച്ചി എന്തായാലും ആ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ആ ഒരു വൈബിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 4 മണിയോടുകൂടി ഫോർട്ട് കൊച്ചിയിലേക്ക് കടക്കാനുള്ള വഴികളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു നടപടിയാണ്. സ്വകാര്യ വാഹനങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് വിടുന്നില്ല. ഫോർട്ട് കൊച്ചി രജിസ്ട്രേഷനുള്ള വാഹനങ്ങളല്ലാതെ ഒന്നും തന്നെ ഫോർട്ട് കൊച്ചിക്ക് ഉള്ളിലേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇനിയുള്ള ഏക യാത്രാമാർഗം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളും KSRTCയും ഒക്കെയാണ്. അത് നിശ്ചിത ഇടവേളകളിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചിക്കുള്ളിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയിരുന്നു. ഇപ്പോൾ എന്തായാലും ആളുകൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 6 മണിയോടുകൂടി ഫോർട്ട് കൊച്ചി ഒരു വലിയ തിരക്കിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. വിദേശ ചന്തത്തിൽ ഈ പരേഡ് ഗ്രൗണ്ടിൽ ഒരുങ്ങിയിരിക്കുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടുകൂടിയാണ് ഈ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക. അതിന് പുറമെ ചില വിവാദങ്ങൾ കൂടി ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചിയിൽ ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഈ പരേഡ് ഗ്രൗണ്ടിന് പുറമെ വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. അത് പോലീസ് നിരസിക്കുകയും ചെയ്തു. എന്തായാലും അതിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. വൈകുന്നേരം എന്തായാലും ആ നടപടികളിൽ ഒരു കാര്യം അന്തിമ അങ്ങനെയുള്ള വിവാദങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലാ കൊല്ലത്തേതും പോലെ കൊച്ചി ആ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ വലിയൊരു ഓളത്തിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. താരതമ്യേന ഉണ്ടാകുന്ന ഒരു ആളുകൾ ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണം നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ. എന്തായാലും കൂടുതലായ ആളുകൾ എത്തിത്തുടങ്ങിയാൽ, അതായത് ഫോർട്ട് കൊച്ചിക്ക് താങ്ങാനാവുന്നതിലധികം ആളുകൾ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായാൽ അവരെ പുറത്ത് തന്നെ തടയുന്നൊരു നിലയുണ്ടാകുമെന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും 2000-ലധികം പോലീസുകാരാണ് ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അതിനു പുറമെ മറ്റ് ഈ വോളണ്ടിയേഴ്സ്, ഫോർട്ട് കൊച്ചി കാർണിവലിൻ്റെ വോളണ്ടിയേഴ്സ് കൃത്യമായ ഇടപെടലുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരക്ക് അനിയന്ത്രിതമാകുന്ന സാഹചര്യം ഉണ്ടായാൽ അവരുടെ കൂടി സഹായം ഉണ്ടാകും. എന്തായാലും 7 മണിയോടുകൂടി DJ പാർട്ടിയോടുകൂടിയാണ് ഇത്തവണത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ ഡിസംബർ 31 ആഘോഷങ്ങൾക്ക് പരേഡ് ഗ്രൗണ്ടിൽ തുടക്കമാവുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ലക്ഷത്തിനടുത്ത ആളുകളെയാണ് ഇന്നിവിടെ പ്രതീക്ഷിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ഈ വീതികളൊക്കെ വിജനമായി കിടക്കുക, അല്ലെങ്കിൽ ആൾ കുറഞ്ഞു കാണുന്നുണ്ടെങ്കിലും ഒരു 7 മണിയോടുകൂടി ഇവിടെ ഒരു മണൽത്തരി ഇട്ടാൽ താഴെ വീഴാത്തത്ര ആളുകൾ ഈ റോഡിലടക്കം ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും, സംജാതമാകും. ശരി, അശ്വിനും നല്ലൊരു പുതുവത്സരം
ആശംസിക്കുന്നു. ഇനിയുള്ളത് മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ്. മലപ്പുറത്ത് പുതുവത്സരം എന്ന് പറയുമ്പോൾ പൊതുവെ ആഘോഷത്തിമിർപ്പായിരിക്കും. ആ ആഘോഷത്തിൽ ചിലപ്പോൾ അപകടങ്ങളും അപായങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് സംസ്ഥാനത്തെ പോലീസ്. പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇവിടെ ഒരു നിയന്ത്രണം പിൻവലിച്ചതിനെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. റിസോർട്ടുകളിൽ DJ പാർട്ടികൾക്കും ക്യാമ്പ് ഫയറുകൾക്കും വിലക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹോട്ടലുകളും കൂൾ ബാറുകളും രാത്രി 8 മണിക്ക് അടയ്ക്കാനും ഒരു നിർദ്ദേശം മലപ്പുറം അരീക്കോട് പോലീസ് നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ആ വിശദാംശങ്ങളാണ് സമീർ ബിൻ കരീം പങ്കുവയ്ക്കുന്നത്. സമീർ, ഇത്തരത്തിൽ ഒരു നിയന്ത്രണം വരുന്നു, ആ നിയന്ത്രണം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. ഈ പിൻവലിക്കാനുള്ള കാരണം എന്താണ്? ഏത് രീതിയിലാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ അവിടെ ആളുകൾ ഒരുങ്ങുന്നത്? ക്രിസ്റ്റീന, അരീക്കോട് പോലീസിന്റെ ഉത്തരവ് വിവാദമായതോടെയാണ് അത് പിൻവലിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ അരീക്കോട് പോലീസ് ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് 8 മണിയോടുകൂടി ഹോട്ടലുകളും ഒപ്പം തന്നെ കൂൾബാറുകളും അടക്കണം. അതോടൊപ്പം 8 മണിയോടുകൂടി ടെറഫ് ഗ്രൗണ്ടുകൾ അടക്കണം. പിന്നീട് 8 മണിക്ക് റിസോർട്ടുകളിൽ ഒരു DJ പാർട്ടിയോ അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ പോലും അനുവദിക്കില്ല. ഒപ്പം 8 മണിക്ക് ശേഷം റിസോർട്ടുകളിലേക്ക് ആരെയും പുതുതായി അനുവദിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു അരീക്കോട് പോലീസ് നടത്തിയത്. ഒപ്പം തന്നെ പടക്കം ഉൾപ്പെടെയുള്ള കടകൾ വിൽക്കുന്ന കടകൾ 5 മണിയോട് കൂടി അടക്കണം. ഇങ്ങനെ കർശന നിയന്ത്രണമായിരുന്നു അരീക്കോട് പോലീസ് ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവിറക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഇടമോ അല്ലെങ്കിൽ വലിയ റിസോർട്ടുകളോ സ്റ്റാർ ഹോട്ടലുകളോ DJ പാർട്ടികൾ നടക്കുന്ന ഇടങ്ങളോ ഇല്ല. പിന്നീട് എന്തുകൊണ്ട് ഇത്തരമൊരു ഉത്തരവ് ഇറക്കി എന്നുള്ളത് വലിയൊരു വിമർശനത്തിനും ഇടയാക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ ഇടപെടുകയും ഉത്തരവ് ഉടൻ തന്നെ പിൻവലിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അരീക്കോട് പോലീസ് നിലവിൽ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മലപ്പുറം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. വലിയ ആഘോഷ ഇടങ്ങൾ മലപ്പുറത്തില്ലെങ്കിൽ പോലും ചെറിയ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള ചെറിയ ആഘോഷങ്ങളായിരിക്കും മലപ്പുറം ജില്ലയിൽ നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്. അതോടുകൂടി തന്നെ പോലീസും വലിയ ജാഗ്രതയിലാണ്. 1500ഓളം പോലീസുകാരാണ് ജില്ലയിൽ യൂണിഫോമിലും അല്ലാതെയുമായി ഈ സുരക്ഷ ഒരുക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 6 DYSPയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മലപ്പുറം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സമീറിനും ഹാപ്പി ന്യൂ ഇയർ. ഇനി നമ്മൾ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിലെ മറീന ബീച്ചിൽ മനീഷ് മൂർത്തിയുണ്ട്. മനീഷ്, അവിടെ ബസന്ത് നഗർ, മറീന ബീച്ച്, എലിയോട്ട്, ഇവിടെയൊക്കെ ഈ ആളുകൾക്ക് ബീച്ചിനോട് അഭിമുഖമായി വന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള ഒരു അത്തരത്തിലുള്ള ആഘോഷം വേണ്ട എന്ന് തന്നെയല്ലേ പോലീസ് പറയുന്നത്? ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? കൃഷ്ണ, ബീച്ചിനടുത്തേക്ക്, കടലിനടുത്തേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ബീച്ചിൻ്റെ ഈ മണൽപ്പരപ്പുകളിലൊക്കെ ആളുകൾക്ക് എത്തിച്ചേരാവുന്ന തരത്തിലാണ് എന്തായാലും നിയന്ത്രണങ്ങൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ കടത്തി വിടാത്ത തരത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോലീസ് ഈ ഒരു സമയത്ത് തന്നെ. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ മറീന ബീച്ചിൽ അത്യാവശ്യം ആളുകളുണ്ട്. ഇവരൊക്കെ എത്ര സമയം വരെ ഇവിടെ അലോ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനമായും അവിടെ DGP ഓഫീസിന് സമീപം ഒക്കെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആളുകൾക്ക് എത്തിച്ചേരാനുള്ള ഒരു കാര്യങ്ങൾ അവിടെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ കടൽക്കരയിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നില്ല. പക്ഷേ എന്തായാലും ഇത്തവണ അത്ര കടുത്ത നിയന്ത്രണങ്ങൾ എന്തായാലും പോലീസ് ഏർപ്പെടുത്തിയിട്ടില്ല. പോലീസ് പറയുന്നത് 1 മണി വരെ എല്ലായിടത്തും ഈ കൂട്ടമായുള്ള ആഘോഷങ്ങൾക്ക് പെർമിഷനുണ്ട്. പക്ഷേ അതീവ സുരക്ഷയിലാണ്, അതീവ ജാഗ്രതയിൽ തന്നെയാണ് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വരുമ്പോൾ കാര്യമായുള്ള ആളുകളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഈ ഒരു സമയമാകുമ്പോഴേക്കും അത്യാവശ്യം ആളുകളൊക്കെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും 6 മണിക്കൊക്കെ ശേഷമാകുമ്പോഴേക്കും സാധാരണ നിലയിൽ ഇവിടെ ആളുകൾ ഉണ്ടാവാറുണ്ട്. മറീന ബീച്ചിൽ സ്വാഭാവികമായും ഞായറാഴ്ചയാണ്. പക്ഷേ എന്തായാലും ന്യൂ ഇയറിൻ്റെ ഒരു കൂട്ടമൊന്നും അല്ലെങ്കിൽ ഒരു അത്ര അധികം ആളുകളൊന്നും നിലവിൽ എന്തായാലും ഇവിടെ ഇല്ല. കുടുംബമായും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെയായി വരുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതീവ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ചെന്നൈ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 18,000 പോലീസുകാർ, 1500 ഹോം ഗാർഡ്, അങ്ങനെ അത്രയും അധികം ആളുകളുടെ സെക്യൂരിറ്റി എന്തായാലും ചെന്നൈ നഗരത്തിലുണ്ട്. പ്രധാനമായും പബ്ബുകൾ, അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ച റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ചൊക്കെ പുതുവത്സരാഘോഷം നടക്കുന്നുണ്ട്. കർശനമായ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലഹരിയുടെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനമായും പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റ് ലഹരികൾ ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നവർക്കെതിരെ അതികർശനമായ നടപടി ഉണ്ടാകും. വാഹനങ്ങൾ പിടിച്ചടക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് പോകുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും ചെന്നൈയിലെ ആഘോഷങ്ങൾ. കൃഷ്ണനെ സൂചിപ്പിച്ചതുപോലെ മറീന ബീച്ച്, അതുപോലെ തന്നെ ബസന്ത് നഗർ, നീലങ്കര, തിരുമാൻമ്യൂർ, ഇങ്ങനെ ഈ 4 ബീച്ചുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഒരു പൊതുസ്ഥലത്ത് നടക്കുന്ന പുതുവത്സരാഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഈ 4 ബീച്ചുകൾ കേന്ദ്രീകരിച്ചാണ്. ബാക്കി മറ്റിടങ്ങളിലുണ്ട്. അത് ഇൻസൈഡ് ആയിട്ടുള്ള പലയിടങ്ങളിലും റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ പല ഓഡിറ്റോറിയങ്ങളിലും ഒക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അവിടങ്ങളിലൊക്കെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. 420 ഇടങ്ങളിലാണ് പരിശോധന ഉണ്ടാവുക. പോലീസ് മാത്രമല്ല
വൈകുന്നേരം 10 മണിക്ക് രാത്രി 10 മണിക്ക് ശേഷം എല്ലാ മേൽപ്പാലങ്ങളും ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ സർവീസ് റോഡുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യും. രാവിലെ 6 മണി വരെയാണ് ഈ നിയന്ത്രണം ഉണ്ടാവുക. പ്രധാന ശാലയിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി, വാഹനങ്ങൾ പോയാൽ മതി എന്നുള്ള കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നു. ഈ പ്രധാന ശാലകളിലെല്ലാം തന്നെ 420 ഇടങ്ങളിൽ പരിശോധനാ കേന്ദ്രങ്ങളുമുണ്ട്. മാത്രമല്ല 25 സംഘങ്ങൾ, 25 പെട്രോളിംഗ് സംഘങ്ങൾ നഗരത്തിൽ രാത്രി മുഴുവനും രാവിലെ വരെ പെട്രോളിംഗ് നടത്തുമെന്നുള്ളതും പോലീസ് പറയുന്നു. ഈ ബാറുകൾക്ക്, പബ്ബുകൾക്ക്, അതുപോലെ തന്നെ മറ്റ് റിസോർട്ടുകൾക്കെല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ അവിടെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നു. എന്തായാലും ഇതാണ് ചെന്നൈയിലെ ഒരു പുതുവത്സര ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മറ്റിടങ്ങളിലും ഈ സമാനമായ രീതിയിലാണ്. കോയമ്പത്തൂരാണെങ്കിലും അതുപോലെ സേലം തുടങ്ങിയ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെല്ലാം തന്നെ, ജില്ലാ ആസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരം സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാകും പുതുവത്സര ആഘോഷം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. ഇവിടേക്ക് ഇനിയും ധാരാളം ആളുകൾ എത്തിച്ചേരും. ഒരുപക്ഷെ ഈ മണൽപ്പരപ്പിൽ തന്നെയായിരിക്കും ഇത്തവണ പുതുവത്സര ആഘോഷം നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാഹനങ്ങൾ എത്തുന്നത്, ഇപ്പോൾ ലൈറ്റ് ഹൗസിനടുത്തേക്കൊക്കെ വാഹനങ്ങൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മറീന ബീച്ചിനടുത്തേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലൂടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളൊക്കെ ഒരുപക്ഷെ അല്പസമയം കഴിയുമ്പോഴേക്കും പോലീസ് പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. മെട്രോയുടെ ജോലികൾ നടക്കുന്നു, അതുകൊണ്ട് തന്നെ മറ്റ് റെസ്ട്രിക്ഷൻസ് അവിടെയുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ സാധാരണ ആളുകൾക്ക് പോകാനായി സാധിക്കില്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ ഇടമാണ് എങ്കിൽ കൂടിയും ധാരാളം ആളുകൾ എത്തുമെന്ന് പോലീസിന് വളരെ കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും ഇവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ഹാപ്പി ന്യൂ ഇയർ ടു യു മനീഷ് മൂർത്തി. അപ്പോൾ നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാർക്കും പുതുവത്സരാശംസകൾ. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനും, ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും, കോഴിക്കോട് ബീച്ചിൽ നിന്ന് മിഥില ബാലനും, മറീന ബീച്ചിൽ നിന്ന് മനീഷ് മൂർത്തിയും, ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനും, മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമുമാണ്. ആലപ്പുഴ കുത്തിയതോട് 1.5 വയസ്സുകാരനെ മാതാവും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി. കുത്തിയതോട് സ്വദേശി ബിജുവിന്റെ മകൻ കൃഷ്ണജിത്തിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാതാവ് ദീപയും സുഹൃത്ത് തിരുവിഴ സ്വദേശി കൃഷ്ണകുമാറും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുട്ടിയുടെ ദേഹത്ത് ചൂരലുകൊണ്ടടിച്ച പാടുകളുണ്ട്. വിശദാംശങ്ങളുമായി ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാലാണ്. മനീഷ്, വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയും ഈ ദൃശ്യങ്ങളും അതുപോലെയാണ്. ചെറിയ കുഞ്ഞാണ്. എന്ത് കാരണം കൊണ്ടാണ് ഇതിനെ ഇങ്ങനെ മർദ്ദിച്ചത്? എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ക്രിസ്റ്റീന, ഈ പോലീസിനെ ഏറെ വിഷമിപ്പിച്ച കാര്യം ഈ കുട്ടിയുടെ പക്കൽ നിന്ന് മൊഴിയെടുക്കാൻ പോലും പോലീസിനായില്ല. കാരണം 1.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചെന്ന് പോലീസിനോട് പറയാൻ പോലുമുള്ള ഒരു തിരിച്ചറിവായിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരു കുഞ്ഞാണത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ കുഞ്ഞിനെ കൈക്ക് നീര് വന്ന നിലയിൽ ഈ കുഞ്ഞിന്റെ അമ്മ ഈ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് ഈ ഭാര്യയുടെ സുഹൃത്ത് കൊണ്ട് ഏൽപ്പിക്കുന്നത്. പിന്നീട് കുഞ്ഞിന്റെ കൈക്ക് നീര് വന്ന് ശ്രദ്ധിച്ചു. കൈക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത കുഞ്ഞിന് ഉടൻ തന്നെ ആശുപത്രിയിൽ, അവരുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു. അപ്പോഴാണ് കൈയുടെ അസ്ഥിക്ക് എക്സ്റേ എടുക്കുമ്പോഴാണ് കൈയുടെ അസ്ഥിക്ക് പൊട്ടലേറ്റലായിട്ട് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ, പ്രധാനമായും മുതുക് തുടങ്ങിയിട്ടുള്ള പിൻഭാഗത്ത് പല സ്ഥലങ്ങളിലും ചൂരൽ കൊണ്ട് അടിച്ചതിന്റെ പഴക്കം ചെന്ന പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് കുഞ്ഞിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് ഈ ഭർത്താവ് ബിജു കുത്തിയതോട് പോലീസിൽ, ഈ കുഞ്ഞിന്റെ അച്ഛൻ ബിജു പോലീസിൽ പരാതി നൽകി. കുത്തിയതോട് പോലീസ് സംഭവത്തിൽ കേസെടുത്തു. കുട്ടിയെ മർദ്ദിച്ചത് അമ്മ ദീപയും സുഹൃത്ത് ആയിട്ടുള്ള തിരുവിഴ സ്വദേശി കൃഷ്ണകുമാറുമാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ 2 പേർക്കെതിരെയും കേസെടുക്കുമെന്ന്, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായി ഭർത്താവ്, ഈ കുഞ്ഞിന്റെ അച്ഛൻ ബിജുവും ഇവരുടെ ഭർത്താവ് ബിജുവുമായിട്ട് അകന്ന് താമസിക്കുകയായിരുന്നു, വേർതിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഈ സമയത്താണ് കൃഷ്ണകുമാർ 2 മാസത്തോളം ഈ കുഞ്ഞ് ഒപ്പം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ചൂരൽ ഉപയോഗിച്ച് കുഞ്ഞിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ 2 പ്രതികളും, ഒന്ന് കുഞ്ഞിന്റെ അമ്മ, മറ്റൊന്ന് ഈ അമ്മയുടെ സുഹൃത്തായിട്ടുള്ള കൃഷ്ണകുമാർ ഒളിവിലാണ്. ഇവർക്കായിട്ട് കുത്തിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. മനുഷ്യ, അതുപോലെ തന്നെ ഈ പഴക്കമുള്ള പാടുകളും കുഞ്ഞിന്റെ ശരീരത്തുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മർദ്ദനം ഇത് ഇന്നലെയൊന്നും അല്ല, കുറെ നാളുകളായിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ എന്തിനാണ് ഈ അച്ഛന്റെ വീട്ടിൽ ഇവർ കൊണ്ടുകൊടുത്തത് ഈ മർദ്ദനത്തിനെല്ലാം ശേഷം? ക്രിസ്റ്റീന, 1.5-2 മാസങ്ങൾക്ക് മുൻപ് കുത്തിയതോട് പോലീസിൽ കുഞ്ഞിന്റെ അച്ഛൻ, അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് ബിജു നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവരെ കാണാനില്ല, അമ്മയെയും തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും
കാണാനില്ലെന്ന് കാണിച്ചൊരു പരാതി കൊടുത്തിരുന്നു. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം പോലീസ് ഈ 2 കൂട്ടരെയും വിളിച്ചു വരുത്തി ഇവർക്ക് വേർപിരിയണമെന്ന് അറിയിച്ചു. പക്ഷേ അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നതിനിടെ കുഞ്ഞ് അമ്മയുടെ കൂടെ ഇരിക്കട്ടെ എന്ന് മറ്റ് ആളുകൾ, നിയമവിദഗ്ധർ അടക്കം പോലീസ് അടക്കം പറഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോടുള്ള ദേഷ്യം ഈ ഭാര്യയുടെ സുഹൃത്ത് ഈ രീതിയിൽ കാണിച്ചു. അങ്ങനെ കുഞ്ഞിനോടുള്ള മർദ്ദനം കണ്ടു. അങ്ങനെ അമ്മ തന്നെയാണ് സുഹൃത്തിനോട് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറഞ്ഞത്. പുതിയ വർഷം അടുത്ത ദിവസം വരികയാണ്. ആ പുതിയ വർഷം മുതൽ കുഞ്ഞ് സ്വന്തം അച്ഛന്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് അമ്മ തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ ഓട്ടോറിക്ഷയിൽ ഇരുവരും ചേർന്ന് ഈ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ എത്തുന്നത്. പക്ഷേ ഈ ഭർത്താവ് ബിജുവിന്റെ അമ്മ ഈ കുഞ്ഞിനെ അമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അമ്മ കുഞ്ഞിനെ ഏൽക്കാൻ തയ്യാറായില്ല. പക്ഷെ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ഇവർ കടന്നു കളയുകയായിരുന്നു. നിലവിൽ ഇവർ ഇന്ന് ഉച്ചയോടുകൂടി ഈ സുഹൃത്തായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ ഫോണിൽ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ഫോൺ ഓഫാണ്. എന്താണെങ്കിലും ഇവരെ ഇന്ന് തന്നെ പിടികൂടാൻ കഴിയും. ഇവരെ ട്രേസ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മനീഷ് തീരെ ചെറിയ കുഞ്ഞാണ്, സംസാരിക്കാനൊന്നും അറിയില്ല. മനീഷ് പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിൽ നിന്ന് വിവരശേഖരണം എന്ന് പറയുന്നത് ഈ കേസിൽ ഒട്ടും സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഏത് രീതിയിലായിരിക്കും, ഇപ്പോൾ ഡോക്ടർമാർ എന്തായാലും മർദ്ദനം ഏറ്റു എന്ന് പറയുന്നുണ്ട്, ആര് മർദ്ദിച്ചു, എന്തായിരുന്നു കാരണം എന്നൊക്കെ തെളിയിക്കേണ്ടി വരുമ്പോൾ പോലീസ് ഏത് രീതിയിലായിരിക്കും ഈ കേസ് അന്വേഷിക്കുക? ക്രിസ്റ്റീന, ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കൽ അല്ലെങ്കിൽ തെളിവ് ശേഖരണം FIR ഇടുന്നതിന് മുൻപ് തന്നെ പോലീസിന് അതൊരു ബുദ്ധിമുട്ടേറിയ, അല്ലെങ്കിൽ സാധാരണ കേസിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയ സംഭവമല്ല. അതുകൊണ്ട് തന്നെ മൊഴിയെടുക്കാൻ പോലീസിന് അധിക സമയം വേണ്ടി വന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 18ാം വാർഡിലാണ് ഈ കുട്ടി അവിടെയാണ് ഉള്ളത്. അവിടെ ഡോക്ടർ, അതായത് കുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ല, കുട്ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച്, ഒപ്പം തന്നെ കുട്ടി സംസാരിക്കുന്ന കുട്ടിയുടെ ഈ അച്ഛന്റെ അനുജത്തിയോട് കുഞ്ഞ് പല കാര്യങ്ങളും ഈ സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ആംഗ്യ ഭാഷയിലൂടെ ഒക്കെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പോലീസ്, അതായത് ഏറെ നേരം, ഏകദേശം ഒരു 4 മണിക്കൂറിലധികം കുഞ്ഞുമായി ഇടപഴകിയ ശേഷമാണ് കുഞ്ഞിന്റെ അച്ഛന്റെയും കുഞ്ഞിന്റെ അമ്മുമ്മയുടെ, അതായത് ഭർത്താവിന്റെ അമ്മയുടെയും സഹോദരിയുടെ അമ്മയുടെ മൂത്ത മകളുടെ അടക്കം മൊഴിയെടുത്ത ശേഷമാണ്, വിശദമായി മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് ഇവർക്ക് 2 പേർക്കും പങ്കുണ്ട്. അതായത് ഈ ഭാര്യയുടെ കാമുകൻ മാത്രമല്ല, ഇവർ കൂട്ടുനിന്നു, ഈ അമ്മയും കൂട്ടുനിന്നു. ഒരുപക്ഷെ അമ്മ കൂടി ഈ കുട്ടിയെ അടിച്ചിട്ടുണ്ടാകാം. കാരണം 1.5 മാസത്തിലേറെ പഴക്കമുള്ള വലിയ പാടുകൾ ഈ കുട്ടിയുടെ ശരീരത്തിന്റെ പല ഭാഗത്തുമുണ്ട്. ഒപ്പം തന്നെ ഈ കൈക്ക് എങ്ങനെ പൊട്ടലുണ്ടായി, കുഞ്ഞിനെ കൈ പിടിച്ച് തിരിച്ചതാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചതാണോ, അത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതികളെ കസ്റ്റഡി എടുത്താൽ മാത്രമേ അറിയാൻ സാധിക്കൂ. കുട്ടിക്ക് നിലവിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായി പോലീസിനോട് പറയാൻ നിലവിലായിട്ടില്ല. പ്രതികളെ കസ്റ്റഡി എടുത്താൽ ഒരുപക്ഷെ കൃത്യമായി കുട്ടിയെ എങ്ങനെ മർദ്ദിച്ചു, എന്തിനു വേണ്ടി മർദ്ദിച്ചു അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ശരി, ഏറെ ദയനീയമായ കാഴ്ചയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ ജനറൽ വാർഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഒരു വേദനയോ ഒരു അസുഖമോ അല്ലെങ്കിൽ ചെറിയ പരിക്കുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട അമ്മ തന്നെയാണ് ഈ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതെന്ന് വളരെ വേദനിപ്പിക്കുന്നത് കാര്യമാണ്. ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും കൈ പിടിക്കാൻ സ്വന്തം അമ്മയില്ല എന്നതും ആ കുഞ്ഞിൻ്റെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിബാലാണ്. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞ് വരനും വധുവും ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ഗുരുവായൂരിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അപകടം. കണ്ണൂർ സ്വദേശികളായ വരൻ ശ്രാവൺ, വധു ദേവപ്രിയ, വത്സല, സവിത, വിഷ്ണു എന്നിവർക്കാണ് പരിക്ക്. വിവരങ്ങളുമായി ചേരുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, എങ്ങനെയായിരുന്നു ഈ അപകടം? വരനും വധുവും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റല്ലോ, ഇവരുടെ അവസ്ഥ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. കണ്ണൂർ സ്വദേശികളായിട്ടുള്ള വധുവും വരനും ഉൾപ്പെടെയുള്ള സംഘം ഗുരുവായൂരിൽ നിന്നും താലികെട്ട് കഴിഞ്ഞ ശേഷം മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഈ പാലപ്പെട്ടിയിൽ വെച്ച് ഒരു KSRTC ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട കാറ് ഡിവൈഡറിലിടിക്കുകയും തലക്കീഴായി മറിയുകയുമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ കണ്ണൂർ സ്വദേശികളായിട്ടുള്ള വരൻ ശ്രാവൺ, വധു ദേവപ്രിയ, ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള വത്സല, സവിത, വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ നിലവിൽ ഈ ഭാഗത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഓൺലൈൻ റമ്മി കുരുക്കിൽ
ഓൺലൈൻ റമ്മി കളിക്കാനുള്ള പണത്തിനായി 80-കാരിയുടെ മാല പൊട്ടിച്ച യുവാവ് പിടിയിൽ. കോട്ടയം പാലാ ഭരണങ്ങാനം സ്വദേശി അമൽ അഗസ്റ്റിനാണ് പിടിയിലായത്. ഓൺലൈൻ റമ്മി കളിച്ച് നഷ്ടമായ 3 ലക്ഷം രൂപ വീണ്ടെടുക്കാനായിരുന്നു മോഷണമെന്നാണ് പ്രതിയുടെ മൊഴി. പത്തനംതിട്ട ഇലവന്തിട്ട പോലീസാണ് പ്രതിയെ പിടികൂടിയത്. 3-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ നെടിയകാല 87 വയസ്സുള്ള സരസം എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി കഴുത്തിൽ കത്തി വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവരെ തള്ളിയിട്ടിട്ട് അവരുടെ കഴുത്തിലുണ്ടായിരുന്ന 1.5 പവൻ്റെ മാല മോഷണം ചെയ്ത കേസിലെ പ്രതിയാണത്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് CCTVയും മറ്റും നിരീക്ഷിച്ച് സംശയമുള്ള പല വണ്ടികളുടെയും അതിൻ്റെ ഓണർമാരെ നിരീക്ഷിച്ച് അവസാനം പ്രതിയിലേക്ക് എത്തുകയായിരുന്നു. വിശദാംശങ്ങളുമായി ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ശ്രീജിത്ത്, ഈ ഓൺലൈൻ റമ്മി കളി, അതിലൂടെ ഒരു 3 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നു. എങ്ങനെയും ഈ പണം കണ്ടെത്തണം എന്ന് പറയുന്ന ആ ഒരു ധാരണയുടെ പുറത്ത് മറ്റുള്ളവരെ മോഷ്ടിച്ചാണെങ്കിലും പിടിച്ചുപറിച്ചാണെങ്കിലും ഈ പണം കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശത്തിലായിരുന്നോ ഈ വ്യക്തി? എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? മറ്റു വിവരങ്ങൾ? അതായത് ഇയാൾ എന്തായാലും ഈ പണം നേടുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇത്തരത്തിൽ ഒരു മോഷണത്തിലേക്ക് തിരിഞ്ഞത് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇയാൾക്ക് മറ്റു കേസുകളൊന്നും തന്നെ ഈ ചങ്ങനാശ്ശേരി മേഖലയിലോ ഭരണങ്ങാനം മേഖലയിലോ ഒന്നും തന്നെ ഇല്ല. കോട്ടയം ജില്ലയുടെ ഒരു മേഖലയിലും ഇല്ല. ഇയാൾ കോട്ടയം ജില്ലയിലുള്ള ആളാണ് എന്നാണ് പോലീസിന് വിവരം മുൻപ് തന്നെ ലഭിച്ചത്. CCTV കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം പൂർണ്ണമായി നടന്നത്. അതായത് കടകളും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ നോക്കി വെച്ചാണ് ഒരു അന്വേഷണം നടത്തിയാണ് ഇത്തരത്തിൽ മോഷണത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നത്. ഏതാണ്ട് 1.5 വർഷമായി ജംഗിൾ റമ്മി അല്ലെങ്കിൽ കളിക്കുന്നുണ്ട്, ഈ ഓൺലൈൻ റമ്മി കളിക്കുന്നുണ്ട്. സ്വാഭാവികമായി അതിലൂടെ പണം നഷ്ടപ്പെടുന്നു. ഏതാണ്ട് 3 ലക്ഷം രൂപ കടം വാങ്ങി കളിക്കുന്നു. അപ്പോൾ അത് നഷ്ടപ്പെട്ടപ്പോൾ വീട്ടിലെ സ്വർണ്ണമടക്കം എടുത്ത് കൊണ്ടുപോയി പണയം വെച്ച് വീണ്ടും ആ സ്വർണം ഈ പറയുന്നത് പോലെ ഈ റമ്മി കളിക്കുന്നു. അവിടെയും പണം നഷ്ടപ്പെടുന്നു. അങ്ങനെ കടം പെരുകുന്നു. ഏതാണ്ട് 3 ലക്ഷമെന്ന് ഇയാൾ പറയുന്ന ഒരു കണക്കാണ്. പോലീസ് പറയുന്നത് അതിലധികം പണം ഇയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. എന്തായാലും ഈ പണം വീണ്ടെടുക്കുക, വീണ്ടും റമ്മി കളിക്കുക, അതാണ് ലക്ഷ്യം. ഈ കടം വീട്ടാൻ വേണ്ടി മാത്രമല്ല, വീണ്ടും ഈ റമ്മി കളിക്കാൻ, ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പണം ഇത്തരത്തിൽ ഇയാൾ ഉപയോഗിച്ചിരുന്നത്. അതിനു വേണ്ടിയാണ് ഈ മോഷണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നെടിയങ്കാലയിലെ ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ലഭിച്ച ദൃശ്യങ്ങൾ ആണ് നിർണായകമായത്. നിരവധി വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത്. അങ്ങനെയാണ് ഈ ഭരണങ്ങാന സ്വദേശിയായ അമൽ എന്ന ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. റിമാൻഡ് അല്പസമയത്തിനകം തന്നെ നടക്കുമെന്നാണ്. ഒരു കാര്യം കൂടി, എന്തായാലും ഈ ഒരാളിൽ നിന്ന് പിടിച്ചു പറിച്ചത് കൊണ്ട് ഇയാൾക്ക് ഈ പണം ഉണ്ടാക്കാനും ഭാരിച്ച നഷ്ടം വീട്ടാനും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ സമാനമായ മറ്റു കുറ്റകൃത്യങ്ങൾ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു. അതായത് ഇയാൾ പാലാ സ്വദേശിയാണ്. പക്ഷേ പാലയിലോ കോട്ടയത്തോ മാത്രമല്ല, അതിനപ്പുറത്ത് മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇയാൾ പദ്ധതി ഇട്ടിരുന്നോ? അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എടുത്തു പറയുമ്പോൾ ഈ CIയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൺ ബൈറ്റിൽ അതുണ്ട്. കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, തൊട്ടടുത്ത ജില്ലകളിലേക്കും തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കും ഒക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പിടിച്ചുപറി വ്യാപിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. ആ പണം ഈ കടം വീട്ടുക മാത്രമല്ല ലക്ഷ്യം, അതിലൂടെ കിട്ടുന്ന പണം കൊണ്ട് വീണ്ടും റമ്മി കളിക്കുക. അതായത് ഇതിൽ അഡിക്റ്റ് ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ പ്രതി മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇയാൾ റിമാൻഡ് ചെയ്യും. അതിനുശേഷം ഈ കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ കോട്ടയം ജില്ലയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത കൊല്ലം ജില്ലയിലോ എവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പങ്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാൾ പങ്കാളിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട വീടുകളെയും കേന്ദ്രീകരിച്ച് മോഷണം നടത്താനാണ് തൻ്റെ നീക്കം, അല്ലെങ്കിൽ താൻ നീക്കം നടത്തിയിരുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രതി സമ്മതിച്ചിരിക്കുന്നത്. എന്തായാലും നിർണായകമായ അറസ്റ്റാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ കൂട്ടാളികൾ ഈ വിഷയത്തിൽ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ. SFIക്കാർക്ക് മർദ്ദിക്കണമെങ്കിൽ തന്നെ മർദ്ദിക്കട്ടെ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാർ നശിപ്പിക്കാൻ അനുവദിക്കില്ല, റൂട്ട് മാറ്റിയത് ഭയം കൊണ്ടാണെന്ന് കരുതുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. SFIയെയും പോലീസിനെയും നിയന്ത്രിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ്. കണ്ണൂർ VCയുടെ നിയമനത്തിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയതിൽ പ്രതികരിക്കാനില്ലെന്നും ഗവർണർ പറഞ്ഞു. So I'm not going to sit in the car. If they want to hit, let them hit me. I won't allow them to hit the car. But I do not decide about my route. That is for the SFI belongs to the ruling party.
the police is also being controlled by the ruling party. So what can I say about? Okay, well, if they say, they are most welcome to say. Whatever they may be quoting, it is not for me to comment upon it. It is for the Honorable Supreme Court, not for me. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, കഴിഞ്ഞ ദിവസം 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ പരസ്പരം മുഖത്തോട് മുഖമൊന്നും നോക്കുക പോലും ചെയ്തില്ല. ശരീരഭാഷയിൽ നിന്ന് തന്നെ കാലുഷ്യം വ്യക്തമായിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ എത്തുമ്പോഴും ഗവർണർ നിലപാടിലൊന്നും ഒട്ടും അയവില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. SFI ആ ക്രിമിനൽ സംഘടനയായി തന്നെയാണ് കരുതുന്നത് എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചുമല്ലോ, പ്രത്യേകിച്ച് സർക്കാരിന്റെ കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയിൽ. ക്രിസ്റ്റീന, ഗവർണർ തന്റെ നിലപാട് തുടരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് ചടങ്ങിന് എത്തിയപ്പോൾ തന്നെ താൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അക്കാര്യം അല്ലെങ്കിൽ ആ സന്ദർഭത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതേസമയം SFI തനിക്ക് നേരെ പ്രതിഷേധം നടത്തിയാൽ ഇനിയും വാഹനത്തിന് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനിയും പ്രതിഷേധമുണ്ടായാലും താൻ വാഹനത്തിന് പുറത്തിറങ്ങും. കാരണം അവർക്ക് വേണമെങ്കിൽ തന്നെ ആക്രമിക്കാം, എന്നാൽ വാഹനത്തെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കാരണം ഗവർണറുടെ വാഹനം എന്നുള്ളത് പൊതുമുതലാണ്. അതുകൊണ്ട് തന്നെ ആ പൊതുമുതൽ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതേസമയം ഇത്തവണ ഡൽഹിയിലേക്ക് വരുമ്പോൾ സാധാരണ പതിവുള്ള റൂട്ട് ഒഴിവാക്കിയത് സംബന്ധിച്ച്, റൂട്ട് മാറിയതിനെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു എന്നും അത് തൻ്റെ വിഷയമല്ല എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ റൂട്ട് എങ്ങനെ വേണം എന്നുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആണ് തീരുമാനിക്കേണ്ടത്. SFIയെയും പോലീസിനെയും നിയന്ത്രിക്കുന്നത് ഭരണ പാർട്ടിയാണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതേസമയം ഈ കണ്ണൂർ VCയുടെ കാര്യത്തിൽ സംസ്ഥാനം പുനഃപരിശോധന നൽകിയ ഹർജി നൽകിയ വിഷയത്തിൽ തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നും അക്കാര്യത്തിൽ അല്ലെങ്കിൽ നേരത്തെയുള്ള ഉത്തരവിനെ അതൃപ്തിയുണ്ടെങ്കിൽ അത്തരത്തിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ അവകാശമുണ്ട് ആർക്കാണെങ്കിലും. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. അക്കാര്യത്തിൽ തനിക്ക് പ്രതികരിക്കാനില്ല. ഇനി നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കേണ്ടത് കോടതിയാണ് എന്നുമാണ്. കോടതി അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹർജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നുമാണ് ഗവർണർ പ്രതികരിച്ചത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പിൻവാതിൽ നിയമനങ്ങൾക്ക് സർക്കാരിന്റെ പച്ചക്കൊടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ പിൻവാതിൽ നിയമനങ്ങൾക്ക് സർക്കാരിന്റെ പച്ചക്കൊടി. ചട്ടവിരുദ്ധമായി നിയമിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് പിൻവലിച്ചു. ഉത്തരവിറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ മരവിപ്പിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നെന്നാണ് ആക്ഷേപം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനങ്ങൾ പെരുകിയതോടെ സർക്കാരിന് നേരത്തെ എംപ്ലോയ്മെന്റ് ഡയറക്ടർ കത്തു നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ചട്ടവിരുദ്ധമായി നിയമിച്ചവരെ പിരിച്ചുവിട്ട എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്താൻ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഈ മാസം 18-ന് ഉത്തരവിറക്കി. ജില്ലാതലത്തിൽ ഉത്തരവ് നടപ്പാക്കി തുടങ്ങിയതോടെ സമ്മർദ്ദമേറി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതേ ഉത്തരവ് മരവിപ്പിച്ചു. സ്വീപ്പർ തസ്തിക മുതൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് വരെയുള്ള 10,000-കണക്കിന് തസ്തികകളിലേക്കാണ് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെ അഴിമതിരഹിത ഭരണം പഠിപ്പിക്കുന്ന കിലയുടെ നേതൃത്വത്തിലും സീമാറ്റിക് എക്സ്പെർട്ട്, RGSA കോർഡിനേറ്റർ എന്നീ തസ്തികകളിലായി 300-ലധികം പിൻവാതിൽ നിയമനങ്ങളും നടത്തിയിട്ടുണ്ട്. സംവരണ തത്വങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ചാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത്. ഇത് തടയേണ്ട സർക്കാർ ചട്ടവിരുദ്ധമായ നിയമനങ്ങൾക്ക് നൽകുന്നത് പച്ചക്കൊടിയും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, 24. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചയിൽ പ്രതിസന്ധി. ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പ്രതിസന്ധിയിൽ. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 23 സീറ്റുകൾ ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാളിൽ തൃണമൂലും പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കത്തിലാണ്.
ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗത്തിലാണ് സംസ്ഥാന തലത്തിൽ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് ഉടൻ കടക്കണമെന്ന തീരുമാനമുണ്ടായത്. എന്നാൽ മഹാരാഷ്ട്രയിലെ സീറ്റ് വിഭജന ചർച്ചകൾ മുന്നണിയെ പ്രതിസന്ധിയിലാക്കി. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സംസ്ഥാനത്ത് ആകെയുള്ള 48 ലോക്സഭാ സീറ്റുകളിൽ 23 വേണമെന്ന ആവശ്യം മുന്നോട്ടുവച്ചു. ശിവസേനയുടേത് അമിത ആഗ്രഹമാണെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം കുറ്റപ്പെടുത്തി. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാളിലും സീറ്റ് വിഭജന ചർച്ചകൾ ഫലം കണ്ടേക്കില്ല എന്ന സൂചനകളാണ് ദൃശ്യമാകുന്നത്. സംസ്ഥാനത്ത് BJPയെ നേരിടാൻ ശേഷിയുള്ള പാർട്ടി തൃണമൂൽ ആണെന്ന മമതയുടെ വാക്കുകളിൽ അത് വ്യക്തമാണ്. പഞ്ചാബിൽ ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഒരുങ്ങുന്നത്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുന്നണിക്കുള്ളിൽ ഉടലെടുത്ത അഭിപ്രായ ഭിന്നതകൾക്ക് പിന്നാലെയാണ് സീറ്റ് വിഭജന ചർച്ചകളും വഴിമുട്ടുന്നത്. 24 ഡൽഹി. കെ സുധാകരന്റെയും VD സതീശന്റെയും ശൈലി പാർട്ടിക്ക് ഗുണകരമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. തന്നെ കാണാൻ വന്നപ്പോൾ ഈ രീതി ശരിയല്ല എന്ന് കെ സുധാകരനോട് പറഞ്ഞിരുന്നു. ഹൈക്കമാൻഡിന് കത്തയക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി വിളിച്ച് പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. കെ സുധാകരനും VD സതീശനും വന്നപ്പോൾ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ DCC പ്രസിഡന്റുമാരെ ഉൾപ്പെടെ ഡൽഹിയിൽ ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണെന്നും VM സുധീരൻ പറഞ്ഞു. ഞാൻ പാർട്ടി വിട്ടു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായിട്ടാണ്. അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ആ മാറ്റം ശ്രീ സുധാകരനിലൂടെ ശ്രീ സതീശനിലൂടെ ഉണ്ടാകും എന്നൊരു വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത്. ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ DCC പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്നതാണ്. ഒരു ദിവസം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 2 വർഷമായി യാതൊരു പരിഹാരമുണ്ടായില്ല. അപ്പൊ ഈ ശൈലി സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ല. വിവരങ്ങളുമായി സലീം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലീം മാലിക്, രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് പറയുന്നത് പോലെ തന്നെ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു, മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഏറെക്കാലമായി കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞു നിന്ന ഒരു അഗ്നിപർവ്വതം അത് തീയായി പുറത്തു വരുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ കാണുന്നത്. അതിന്റെ ഏറ്റവും രൂക്ഷമായ ഭാഷയിലുള്ള VM സുധീരന്റെ മറുപടി കൂടി ആയതോടുകൂടി പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോവുകയാണ്. ആ നിലയിലാണ് VM സുധീരൻ ഇന്ന് നിലവിലെ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. വലിയ പ്രതീക്ഷയായിരുന്നു കെ സുധാകരനും ഒപ്പം VM സുധീരനും പാർട്ടി നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊത്തല്ല അവരുടെ പ്രതികരണങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഉള്ളത്. വലിയ വിമർശനങ്ങൾ താൻ തന്നെ നേരിട്ട് ആദ്യം അവരോട് പറഞ്ഞു. അത് അവർ ചെവിക്കൊണ്ടില്ല. പിന്നീട് AICCക്ക് ഉൾപ്പെടെ കത്തയച്ചു. രാഹുൽ ഗാന്ധി തന്നെ വിളിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതും ഉണ്ടായില്ല എന്നുകൂടി ഒരു വലിയ വിമർശനമാണ് VM സുധീരൻ നടത്തുന്നത്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാവുകയാണ്.